ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനാവാതെ പോലീസ്. പരാതിക്ക് പിന്നാലെ അതിവിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തത് യാത്ര ചെയ്തെന്നാണ് സംശയം. വ്യാഴാഴ്ച പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്നാണ് നിഗമനം. ഈ കാർ സിനിമാ താരത്തിന്റേതെന്നാണെന്നും സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. CVNമോദിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ്. പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ. 9 ഇടങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഇതിനോടകം സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് നഗരപ്രദേശങ്ങളും അതുപോലെ MLA ഓഫീസിൻ്റെ പരിസരങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം രാഹുലിൻ്റെ സ്റ്റാഫുകളെയും വിശദമായി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. രാഹുലിൻ്റെ ഡ്രൈവറായിട്ടുള്ള ആൽവിൻ, സ്റ്റാഫ് അംഗമായിട്ടുള്ള ഫസൽ എന്നിവരെയാണ് SIT ചോദ്യം ചെയ്തത്. രാഹുൽ എവിടേക്ക് പോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ അതിവിദഗ്ധമായി പാലക്കാട് നിന്ന് മുങ്ങി എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. CCTV ക്യാമറകൾ അധികമില്ലാത്ത റോഡാണ് രാഹുൽ ഇതിനായി തിരഞ്ഞെടുത്തതെന്നും കരുതുന്നുണ്ട്. ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ പോയത് എന്നൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന സംശയവും ഉണ്ട്. എന്നാണെങ്കിലും ദിവസം ഇത്രയായിട്ടും രാഹുലിനെ കണ്ടെത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കുരുക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ മുങ്ങിയ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ DVRും SIT കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർടേക്കറെ സ്വാധീനിച്ചിട്ടാകാം ഇത്തരത്തിലൊരു നടപടി ചെയ്തത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കെയർടേക്കറെയും SIT സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. പാലക്കാടും മലപ്പുറവും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി നടക്കുന്നത് എന്ന ഒരു ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും രാഹുലിൻ്റെ എവിടെയാണെന്ന കാര്യത്തിൽ ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ആരോപണത്തിന് ശക്തി കൂടുകയാണ്. എന്നാണെങ്കിലും രാഹുൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളും രാഹുലിനെ സഹായിക്കാൻ സാധ്യതയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. CV അനുമോദ്, ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിൽ ഇരയുടെ ഐഡന്റിറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്ത് പോലീസ്. വിവാദ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് അല്പസമയത്തിനകമാണ് കോടതിയിൽ ഹാജരാക്കുക. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, രാഹുലിന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പല ദൃശ്യങ്ങളും അയാൾ പ്രചരിപ്പിക്കാൻ കൂട്ടുന്നത്, പല വിവരങ്ങളും പുറത്തുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിനെതിരെയുള്ള തെളിവായി ആ ലാപ്ടോപ്പ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. എത്രമാത്രം സാഹചര്യമുണ്ട് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാൻ? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പരാതി നൽകിയിരിക്കുന്ന ഇരയുടെ ചിത്രങ്ങളും അതോടൊപ്പം അവരുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഈ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു ഗ്രൂപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിയിലാണ് രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ 5 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരമാണ് രാഹുൽ ഈശ്വറിനെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഞങ്ങളിപ്പോഴുള്ള പൗടിക്കോണത്തുള്ള രാഹുൽ ഈശ്വറിന്റെ വസതിയിലേക്ക് പരിശോധനയുടെ ഭാഗമായി സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഇവിടെ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട പരിശോധനകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറുമായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നിന്ന് ഈ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. രാഹുൽ തന്നെ ഇന്നലെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ തൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അത് താനൊന്ന് മാറ്റി വെക്കട്ടെ എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിലെ സന്ദേശമാണ് രാഹുൽ ഇപ്പോൾ കുരുക്കായിരിക്കുന്നത്. അങ്ങനെ രാഹുൽ തന്നെ ആ വീഡിയോ ലാപ്ടോപ്പ്
ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത്. ആദ്യം ഇത് പട്ടത്തൊരു സ്ഥലത്താണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ലാപ്ടോപ്പ് ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു. എന്തായാലും അതടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് പുറത്തിറക്കിയാലുടൻ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് വിവരം. അതിനുശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. എന്തായാലും അദ്ദേഹം ഇവിടേക്ക് കയറി വന്നപ്പോഴും അതിനുശേഷം പലപ്പോഴായി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുലിനെതിരെ വീഡിയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശിച്ചത്. പക്ഷേ താൻ രാഹുലിന് അനുകൂലമായി വീഡിയോ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ പരിശോധനകൾ പൂർത്തിയാക്കി ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപക്ഷെ വീണ്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് രാഹുൽ ഈശ്വർ പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് തന്റെ പോക്കറ്റിൽ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പരിഹാസം. രാഹുൽ ഇനി കോൺഗ്രസുകാരനല്ലെന്ന് കെ മുരളീധരൻ. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ശരിയായ നടപടിയെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനെയും VD സതീശനെയും വിമർശിക്കുന്നവർ കോൺഗ്രസുകാരല്ല, അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടെന്നും കെ മുരളീധരൻ. കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കാനില്ലെന്ന് VT ബൽറാം. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ നിയമ പോരാട്ടം നടത്തുന്നവർക്കൊപ്പമാണ്. സൈബർ ആക്രമണം നടത്തുന്നവർ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിങ്ങിൽ ഉള്ളവർ അല്ലെന്നും VT ബൽറാം. കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നത് പോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ എക്കാലത്തെ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. അല്ല, ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തുനിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സഹായമില്ലെങ്കിൽ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. സംരക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം നല്ലപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയാണ് വരുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഖാക്കൾക്കോ എതിരുമായിട്ട് മാത്രമല്ല, അതിജീവക്കെതിരായിട്ട് മാത്രമല്ല, എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരു ഗുണ്ടാ പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. ലൈംഗികാരോപണ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ നാടകമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോഴും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാത്തത് ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്നും രാജീവ് ചന്ദ്രശേഖർ. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പ് സുവമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എലക്ഷന്റെ 4 ദിവസം മുമ്പ് ഈ അറസ്റ്റിന്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിന്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ കേസെടുത്തതിന് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി.
തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ സന്ദീപ് വാര്യരെ 4ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. സന്ദീപ് വാര്യരുടെ ചെത്തല്ലൂരിലെ വീട് പൂട്ടിയ നിലയിലാണ്. ഇന്നലെ വരെ സന്ദീപ് ചെത്തല്ലൂരിലുണ്ടായിരുന്നു. അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ കെ എബ്രഹാം എന്നിവർക്ക് ഇഡി നോട്ടീസ്. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. 2150 കോടിയാണ് മസാല ബോണ്ട് വഴി സമാഹരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഫെമ ചട്ട നിയമലംഘനം കാണിച്ചാണ് നോട്ടീസ്. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബിയുടെ ധനസമാഹരണാർത്ഥമാണ് മസാല ബോണ്ട് ഇറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. സംസ്ഥാനത്തിന് ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കാനുള്ള അധികാരമില്ല എന്നാണ് ഇഡി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഹാജരാകണം. മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ ഹാജരാകണം. വേണ്ട കാര്യങ്ങൾ, അതായത് ഇഡി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് 2019 സംസ്ഥാന സർക്കാർ മസാല ബോണ്ട് ഇറക്കുന്നത്. 2019 9.72% ലാഭം വിഹിതമിട്ടിട്ടാണ് മസാല ബോണ്ട് ഇറക്കുന്ന സാഹചര്യമുണ്ടായത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്, സ്റ്റോക്ക് മാർക്കറ്റിലാണ് മസാല ബോണ്ട് ഇറക്കിയത്. 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. 5000 കോടി രൂപ സമാഹരിക്കാനായിരുന്നു കിഫ്ബി ലക്ഷ്യമിട്ടിരുന്നത്. എന്നിരുന്നാലും 2150 കോടി രൂപ സമാഹരിക്കാനേ ആ സമയത്ത് കഴിഞ്ഞിരുന്നുള്ളൂ. പ്രളയാനന്തര അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗപ്പെടുത്തിയത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ ഈ സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന് കാണിച്ചാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് ഈ മസാല ബോണ്ടുമായി സമാഹരിക്കുന്ന പണം ഇത്തരത്തിൽ സ്ഥലം വാങ്ങാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് ലംഘിച്ചു എന്നാണ് ഇഡി കാട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് 2 തവണയാണ് ഇഡി നോട്ടീസ് അയച്ചത്. അതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസ് ഹർജി തള്ളുന്ന സാഹചര്യമുണ്ടായി, ഹർജി തീർപ്പാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടുമാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇഡി നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിയും അതുപോലെ മുൻ ധനമന്ത്രിയും അതുപോലെ കിഫ്ബിയുടെ സിഇഒ കെ എബ്രഹാമും ഇതിനുള്ള വിശദീകരണം നൽകണമെന്നാണ് ഇഡിയുടെ നിർദ്ദേശം. മസാല ബോണ്ടുകൾ എപ്പോഴും, അതായത് അമേരിക്കൻ ഡോളറിലുള്ള വേരിയേഷൻ ഇല്ലാതെ തന്നെ ഇന്ത്യൻ മൂല്യത്തിൽ തന്നെ, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ തന്നെ ബോണ്ടുകൾ വിൽക്കുക. ഈ ഡോളറിനുണ്ടാകുന്ന മൂല്യ തകർച്ചയോ മൂല്യക്കയറ്റമോ ഒന്നും രൂപയുടെ മൂല്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മസാല ബോണ്ട് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ. അതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സംസ്ഥാന സർക്കാരിന്, ഒരു സംസ്ഥാനത്തിന് ഇൻഡിവിജ്വലായി മസാല ബോണ്ട് ഇറക്കാനുള്ള അധികാരമില്ല എന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നത്. അതിന് മറുപടി നൽകിയതും ഹർജി തള്ളിയിരുന്നതുമാണ്. ഹർജി തീർപ്പാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ ധനമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും കിഫ്ബിയുടെ സിഇഒ കെ എബ്രഹാമിനും ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ഇതിൽ മറുപടി നൽകണമെന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയത്. ഇഡി അന്വേഷണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസും സിപിഎമ്മും. സിപിഎം ബിജെപി കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഇഡി നോട്ടീസെന്നും അന്വേഷണം പ്രഹസനമാകുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നത്. മസാല ബോണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം വീണ്ടും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയായി മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണവും നീക്കവും എന്ന വിലയിരുത്തലും അഭിപ്രായവുമാണ് ആദ്യഘട്ടത്തിൽ CPM നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പല അന്വേഷണങ്ങളും വരുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേരത്തെ ഈ നിലപാട് പറഞ്ഞിട്ടുള്ളതുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ അന്വേഷണങ്ങളും കേന്ദ്ര ഏജൻസികൾ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുമെന്നും അറിയാമായിരുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്, പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ED കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ. ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ. 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി.
ഈ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്. അദൃശ്യമായ ഏതോ ഒരു ഒന്നുമല്ല, BJPയുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കുറേ നാളുകളായി ED കേരളത്തെ കുരുക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ CPM നേതാക്കന്മാരെ കുരുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം പൊളിഞ്ഞ് പാളീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം ബാക്കി നിൽക്കെ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന ഇടതുമുന്നണി പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളും സമാനമായ പ്രതികരണമാണ് നടത്തുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് CPM-ഉം BJP-യും ചേർന്നുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ സ്റ്റണ്ടാണ് ഇപ്പോഴത്തെ ഈ ആരോപണമെന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിണറായി സർക്കാരിൻ്റെ ആദ്യകാലം മുതൽ ഉള്ളതുപോലെയുള്ള അന്വേഷണമായി മാത്രം ഇത് മാറുമെന്ന ഒരു പ്രതികരണം CPM-ഉം BJP-യും ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നീക്കമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇപ്പോഴത്തെ ED അന്വേഷണത്തെ പറയുന്നത്. 9.732% പലിശയ്ക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത്. സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും. നമുക്ക് 1.25%-നാണ് മെട്രോ, കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പലിശ 1.25%. ഇപ്പൊ ED 3 കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ച എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ED ചെയ്യില്ല. അതൊരു തമാശയാണ്, ഒരു ഒത്തേളിയാണ്. മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച നോട്ടീസ് ഇപ്പോൾ ആകാശത്തിൽ പറന്നെടുക്കുക. അത് ഇല്ലത്തൊന്ന് പുറപ്പെട്ടു, ഉമ്മത്ത് എത്തിയിട്ടില്ല. അത് എന്തിനാണ് അയച്ചത്, അതാർക്കാണ് അയച്ചത്, അത് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് ED വ്യക്തമാക്കട്ടെ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെയെത്തി? അന്ന് നോട്ടീസ് അയച്ചായിരുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഒതുക്കി തീർത്തു. ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം അവധി മാറ്റി, എത്ര കൊല്ലം നീട്ടി. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ വിവാദം ഉയർന്നു വന്നത്. മസാല ബോണ്ടുകൾ ഇറക്കിയ തീരുമാനത്തെ സിയാൻ രേജി അടക്കം ചോദ്യം ചെയ്തതാണ്, വിമർശിച്ചതാണ്. സിയാൻ രേജിയെ കണ്ടെത്തൽ തള്ളിക്കൊണ്ട് സംസ്ഥാന നിയമസഭ നിലപാടെടുക്കുകയും ചെയ്തു. നേരത്തെ നിരവധി നിയമ പോരാട്ടങ്ങൾക്കിടയാക്കിയ മസാല ബോണ്ട് വിവാദം വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം CPM നേതാക്കൾ, CPM അതുപോലെ സർക്കാരും സ്വാഭാവികമായും ഇതിനെതിരെ നിയമ നടപടിക്ക് തന്നെ തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി കൂടി ഇത് മാറും. ഒരു തരത്തിലും തങ്ങളെ ബാധിക്കുന്ന ഒന്നല്ല, തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുന്ന ഒന്നായി ഇത് മാറില്ല എന്ന് CPM പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഇത് സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമാക്കി പ്രതിപക്ഷവും BJP-യും ഉപയോഗിക്കും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ പ്രതികരിച്ച തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് കാലത്തെ ED തന്ത്രമാണ് ഇതിന് പിന്നിൽ. എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നതെന്ന് ED വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇപ്പോൾ ലഭിച്ച നോട്ടീസിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും തോമസ് ഐസക്. സ്ഥിരം എല്ലാവരും വേണ്ടി കേട്ടിറങ്ങിയിരിക്കുക. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ. ആദ്യം ഇത് സംബന്ധിച്ച നോട്ടീസ് വരുന്നത് 2020 തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കാലത്താണ്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഉച്ചസ്ഥായിലായി. പിന്നെ ഏതാനും മാസം നിശബ്ദതയ്ക്ക് ശേഷം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്താണ് വീണ്ടും നോട്ടീസ് വരുന്നത്. ഇപ്പൊ വീണ്ടും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനമായി. ED നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണിത്, ജനം പുച്ഛിച്ചു തള്ളുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. കുറേ നാളുകളായി ED കേരളത്തെ കുരുക്കുന്നതിന് വേണ്ടി, കേരളത്തിൻ്റെ CPM നേതാക്കന്മാരെ കുരുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം പൊളിഞ്ഞ് പാളീസായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ 5-6 ദിവസം ബാക്കി നിൽക്കെ ഈ നോട്ടീസുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ED-യുമായി ബന്ധപ്പെട്ട നടപടി വാർത്ത വരാറുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. BJP-യുടെ രാഷ്ട്രീയ നിലപാടാണ് നോട്ടീസിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്ത പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വരാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും, കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്.
പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇ.ഡി. കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ? ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി. ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്. അദൃശ്യമായ ഏതോ ഒരു ഒന്നുമല്ല, ബി.ജെ.പിയുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഐസക്കിനോടുള്ള വെല്ലുവിളിയല്ല. 1,00,000 കോടി രൂപ ഈ കേരളത്തിൽ നിക്ഷേപിച്ച, കേരളത്തിൻ്റെ വികസനത്തിന് പുതിയ കുതിപ്പ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കിഫ്ബിക്ക് നേരെ നടത്തുന്ന കടന്നാക്രമം കേരളത്തിനെതിരായിട്ടുള്ള, കേരളത്തിൻ്റെ വികസനത്തിന് എതിരായിട്ടുള്ള കടന്നാക്രമമാണ്. മസാല ബോണ്ടിലൂടെ നടന്നത് വൻ അഴിമതി എന്ന രമേശ് ചെന്നിത്തല. ഇ.ഡിയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. കാരണം ഇ.ഡി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു, ധനകാര്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ഇ.ഡി നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാണ്ട് സത്യസന്ധമായ ഒരു അന്വേഷണമാണെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മസാല ബോണ്ടിൽ കൂടിയ പലിശയ്ക്കാണ് സർക്കാർ വിദേശ വായ്പ സ്വീകരിച്ചതെന്ന് പി.ജെ. ജോസഫ്. പ്രതിപക്ഷം അന്ന് തന്നെ ഇതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് രാജ്യത്തിനകത്തു നിന്ന് തന്നെ വായ്പ ലഭിക്കുമായിരുന്നു. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘമെന്നും പി.ജെ. ജോസഫ്. ആ നിക്ഷേപം സ്വീകരിച്ചത് കൂടിയ പലിശയ്ക്കാന്നുള്ള വിമർശനമൊന്നുണ്ട്. അതിനെല്ലാം തോമസ് ഐസക് തള്ളിക്കളയാണ്. അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരിക്കും, പിന്നെ എന്തിനാണ് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന വിഷയമാണ്. അപ്പം അതിലെന്തോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്ന്. ഏതായാലും നോട്ടീസ് വന്നിട്ട് 30 ദിവസം മറുപടി കൊടുക്കാനുണ്ട്. കൂടിയ പലിശയ്ക്ക് എന്തിനാ അവിടെ പോയി എടുത്തു എന്നുള്ളതാണ്. ഇവിടെ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമായിരിക്കും. ദുരൂഹതയാണ് ഈ നടപടിയിലെല്ലാം. മസാല ബോണ്ടിൽ നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലാം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ. ആർക്കാണ് 21 കോടി ഫീസ് കൊടുത്തത്? അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ? എന്തുകൊണ്ട് അത് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് റേസ് ചെയ്യുന്നു? ഇവിടെ കാശില്ലേ? എത്രയോ സംസ്ഥാനങ്ങൾ ഇവിടെ ബോണ്ട് റേസ് ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം, ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതൊരു ചോദ്യമാണ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ, തോമസ് ഐസക് പറയാ. അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇലക്ഷന്റെ കാരണമാണ്, ഇത് രാഷ്ട്രീയമാണെന്ന്, അതല്ല. എല്ലാവർക്കും ഒരു അവകാശമുണ്ട് ചോദിക്കാൻ. ഇത് എവിടെ പോയി കാശ്? 21 കോടി എവിടെ പോയി? ആർക്ക് കൊടുത്തു? എന്തിനു കൊടുത്തു? ഒരു ചോദ്യം. മറ്റു വാർത്തകളിലേക്ക്. കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം കുവൈറ്റ് മദ്യദുരന്തത്തിനിരയായ സൂരജ് ലാമയുടേതാണോ എന്ന ശാസ്ത്രീയ പരിശോധന ഇന്ന് നടക്കും. അതിനിടെ സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മകൻ സാന്റൻ ലാമ രംഗത്തെത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പോകാൻ അനുവദിച്ചു. മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അജ്ഞാതൻ എന്നത് സൂരജ് ലാമ എന്ന് മാറ്റിയെന്നും പിതാവിനെ ജീവനോടെ കണ്ടെത്തി തരുമെന്ന് കമ്മീഷണർ ഉറപ്പു നൽകിയിരുന്നുവെന്നും സാന്റൻ ലാമ പറഞ്ഞു. My only concern is two things. First thing is the police, the finest in Kerala, as per Devan Ramachandran, the Justice Deva Ramachandran, right, who is fighting my case. The judge, High Court judge, he himself had promised me, saying that the finest will find him. They literally found his body now, no bro. And it's been literally 10 days I left Kerala. Literally been 10 days I left Kerala. I was searching HMT, Kalmasheri, Pipeline, Ernakulam Medical, that road. Every road I have gone through. Every single gully I have gone through personally. I have gone with the police. So it's not that police didn't do their job. I even took a canine unit and I went, like the dogs themselves, to sniff and find out if there is a body decaying or not. How come I didn't find that body, man? That body was seen half kilometer away from where that spot is right now. According to me and according to the justice himself, I feel no, the cops have done everything possible. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If it is just a body which is just wearing shorts, based on only that, it's not even DNA, it's not even blood sample, nothing. Only with shorts they have confirmed that it is his body, because
one of the cops who I trust a lot, he has seen my father's pictures. How he used to be, how he became during the incident, how he's become after he landed in Kerala. That's like a big difference. കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരി HMGയുടെ സമീപത്തായിട്ടുള്ള ഭൂമിയിൽ സൂരജ് ലാമയുടേതെന്ന് തോന്നുന്നു സംശയമുണ്ടാക്കുന്ന ഒരു ബോഡി കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് സൂരജ് ലാമയുടെ മകനെ വിവരമറിയിച്ചിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. വലിയ വിമർശനമാണ് പോലീസിനെതിരെ സാന്റൻ ലാമ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ തന്റെ പിതാവിനെ ജീവനോടെ കണ്ടെത്തിത്തരാം എന്ന് പറഞ്ഞതാണ്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും പലതവണയായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനസികാസ്വാസ്ഥ്യമുള്ള അല്ലെങ്കിൽ ഓർമ്മത്തെറ്റുള്ള തന്റെ പിതാവിനെ തനിച്ച് പോകാൻ അനുവദിച്ചു കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ. തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് സാന്റൻ ലാമ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ സാന്റൻ ലാമ കഴിഞ്ഞ 1.5 മാസമായി പിതാവിനെ അന്വേഷിച്ച് കൊച്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുതിരിഞ്ഞ സാഹചര്യമുണ്ട്. നമ്മളോട് ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ചിരുന്നതുമാണ്. മാത്രമല്ല സൂരജ് ലാമ മിസ്സിംഗ് കേസ് എന്നുള്ള തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനും ഈ സാന്റൻ ലാമ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നില്ല. ഹേബിയസ് കോർപ്പസ് ഹർജി പ്രകാരം ഹൈക്കോടതി ഉത്തരവിട്ടതും അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നതുമാണ്. എന്നിട്ടും തന്റെ പിതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് തന്റെ പിതാവാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ് സാന്റൻ ലാമ. So it's not that police didn't do their job. I even took a canine unit and I went, like the dogs themselves, to sniff and find out if there is a body decaying or no. How come I didn't find that body, man? That body was seen half kilometer away from where that spot is right now. According to me and according to the justice himself, I feel no, the cops have done everything possible. If it is just a body which is just wearing shorts, based on only that, it's not even DNA, it's not even blood sample, nothing. Only with shorts they have confirmed that it is his body. Because one of the cops who I trust a lot, he has seen my father's pictures. How he used to be, how he became during the incident, how he's become after he landed in Kerala. That's like a big difference. അതേസമയം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് പോലീസിനുണ്ടായത്. അതായത് ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ആരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊന്നിടുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. എത്ര മൃതദേഹങ്ങൾ അവിടെയുണ്ട്, എന്താണ് പോലീസ് ഇങ്ങനെ നിഷ്ക്രിയരാകുന്നത് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സാന്റൻ ലാമ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഈ സൂരജ് ലാമ ഇറങ്ങിപ്പോയതും അതിൽ നിന്നും അധിക ദൂരത്തല്ലാതെ തന്നെ സൂരജ് ലാമയുടെ മൃതദേഹം 1.5 മാസത്തിന് ശേഷം കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഇത് വലിയ രൂക്ഷമായ വിമർശനത്തിലേക്കാണ് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത്. വലിയ വിമർശനമാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് നേരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സൂരജ് ലാമയെ കണ്ടെത്താനായിരുന്നില്ല. ഇപ്പോഴും ഈ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണമായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്കെതിരായ നടപടിയെ ചോദ്യം ചെയ്ത് തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ രംഗത്ത്. ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം താൻ മാത്രം എങ്ങനെ ഏറ്റെടുക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബോർഡിലെ മറ്റംഗങ്ങൾ അറിയാതെ തനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ലെന്നും എല്ലാ ബോർഡ് തീരുമാനങ്ങൾക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നും പത്മകുമാർ വാദിക്കുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ ലോക്സഭയിൽ ബഹളവും പ്രതിപക്ഷ പ്രതിഷേധവും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ ഇത് അനുവദിക്കാതെ വന്നതോടെ സഭാ നടപടികൾ താറുമാറായി. ഇതോടെ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിക്കുകയും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുകയും ചെയ്തു. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. I suggest that urgent issues like what you said, pollution, other issues, SIR, it is a huge issue for democracy. What is going on? Whether it's the election situation or the SIR, these are huge issues. Let's discuss them. What is Parliament for? Let's discuss them. Let them have a discussion. It's not drama. Speaking about issues, raising issues is not drama. Drama is not allowing discussion. Drama is not having a democratic discussion about issues that matter to the public. We've spoken about pollution. Why are we not raising it? Why are we not allowed to? Today I've asked for 0 hour on it. Why are we not allowed to discuss these? അതേസമയം പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി
പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ ജനവിധി ജനാധിപത്യത്തിന്റെ ശക്തിയാണ് വ്യക്തമാക്കിയത്. ജനവികാരം എതിരാണെന്ന് പ്രതിപക്ഷം ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും നിങ്ങളുടെ നിരാശയും രോഷവും പാർലമെന്റിൽ വന്ന് തീർക്കരുതെന്നും നാടകം കളിക്കാൻ വേറെ സ്ഥലം കണ്ടെത്തിക്കൊള്ളുവെന്നും പ്രധാനമന്ത്രി. ये सत्र संसद देश के लिए क्या सोच रही है, संसद देश के लिए क्या करना चाहती है, संसद देश के लिए क्या करने वाली है, इन मुद्दों पर केंद्रित होनी चाहिए. विपक्ष भी अपना दायित्व निभाएं, चर्चा में ऐसे मुद्दे उठाएं, मजबूत मुद्दे उठाएं, पराजय के निराशा में से बाहर निकल करके आए. और दुर्भाग्य है कि एक आध दो दल तो ऐसे हैं कि वो पराजय भी नहीं पचा पाते. और मैं सोच रहा था बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे, लेकिन कल जो मैं बयानबाजी सुन रहा हूं उनकी, तो उसे लगता है कि पराजय ने उनको परेशान करके रखा है. ഡൽഹിയെ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തി NIA. 8 സ്ഥലങ്ങളിൽ NIAയും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് റെയ്ഡുകൾ നടത്തുന്നത്. ഡൽഹി സ്ഫോടനത്തിലെ മുഖ്യപ്രതിയായ ജാസിർ ബിലാൽ വാനിയുടെ വീട്ടിലും സംഘം റെയ്ഡ് നടത്തി. ഹമാസ് ശൈലിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഉമർ നബിയുമായി ഇയാൾ കൂടിയാലോചനകൾ നടത്തിയതായി NIAയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള സംഘർഷ മേഖലകളിൽ ഹമാസും ISും ഉപയോഗിച്ച തന്ത്രങ്ങളുടെ മാതൃകയാണ് ഇന്ത്യയിലും നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നതെന്നും NIA പറയുന്നു. ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ഡിഡ്വ ചുഴലിക്കാറ്റ് ദുർബലമായി. ശ്രീലങ്കയിൽ നാശം വിധിച്ച ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 350ആയി. 12 ലക്ഷത്തോളം ദുരിതബാധിതർ ഉള്ളതിനാൽ ശ്രീലങ്ക സാധാരണ നിലയിലാവാൻ ഇനിയും സമയമെടുക്കും. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ആന്ധ്ര, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വീണ്ടും സഹായം എത്തിച്ചു. ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ഡിഡ്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറി. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും ദുരന്തം വിതച്ച ആഘാതത്തിൽ നിന്നും ശ്രീലങ്ക കരകയറിയിട്ടില്ല. ദുരന്തബാധിതരുടെ എണ്ണം 12 ലക്ഷമെന്നാണ് ശ്രീലങ്കൻ സർക്കാരിന്റെ കണക്ക്. 300-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ പലയിടത്തും വെള്ളപ്പൊക്കമാണ്. ഇവിടങ്ങളിൽ ഹെലികോപ്റ്റർ വഴി സഹായം എത്തിക്കുന്നുണ്ട്. 2 ലക്ഷം പേർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ വ്യക്തമാക്കി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടി മാത്രമാണ് അടിയന്തരാവസ്ഥയെന്നും തെറ്റായി ഉപയോഗിക്കില്ലെന്നും പ്രസിഡന്റ് അറിയിച്ചു. ඉතිහාසයේ විශාලතම සහ අභියෝගාත්මක ස්වභාවික ව්‍යසනයට බව අප දන්නවා. ඒ වගේම අප දියත් කොට ඇත්තේ මෙරට ඉතිහාසයේ අභියෝගාත්මකම ගලවා ගැනීමේ මෙහෙයුම බවත් අප දන්නවා. මේ ඉතිහාසයේ විසින් එකවර රටම ව්‍යසනයට ලක් කිරීමේ පළමු අත්දැකීම වෙනවා. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വീടുകൾ, കുന്നിൻ പ്രദേശങ്ങളായ കാൻഡി, നുവാര, ഏലിയ എന്നിവിടങ്ങളിലാണ് നാശമേറെ. രാജ്യത്തെ വീണ്ടെടുക്കാൻ ശ്രീലങ്കൻ സർക്കാർ വിദേശ സഹായം തേടി. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ സഹായമെത്തിക്കുന്നത് തുടരുകയാണ്. 10 ടൺ അവശ്യ സാധനങ്ങൾ, മെഡിക്കൽ സംഘം എന്നിവ കൊളംബോയിലെത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ 2 വിമാനങ്ങളിലായി തിരികെ എത്തിച്ചു. UPയിലെ ഹിൻഡൻ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലാണ് കുടുങ്ങിയവരെ എത്തിച്ചത്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരദേശ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴ, ശക്തമായ കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയിൽ തമിഴ്നാട്ടിൽ മരണം 3ആയി. കൂടല്ലൂർ, നാഗപട്ടണം, മയിലാടുംതുറ, വില്ലുപുരം, ചെങ്കൽപ്പട്ട്, പുതുക്കോട്ടൈ, തഞ്ചാവൂർ, തിരുവാവൂർ, തിരുച്ചിറപ്പള്ളി, ചെന്നൈ തുടങ്ങിയയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതുച്ചേരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച അമേരിക്ക യുക്രൈൻ ചർച്ചയിൽ സമവായമായില്ല. എന്നാൽ ചർച്ചകൾ ഫലപ്രദമാണെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം. പല സുപ്രധാന കാര്യങ്ങളിലും ചർച്ച തുടരുമെന്ന് യുക്രൈൻ പ്രതിനിധികൾ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ സമയപരിധി നിശ്ചയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. I don't have a deadline. I have a deadline when the war is over. And hopefully the war is going to be over. 27,000 people killed last week. 27,000 over the last 3 or 4 weeks. 27,000 people killed. That war should end. We had another very productive session building off Geneva, building off the events of this week.
As I told you earlier this morning, our goal here is to end the war, but it's more than just to end the war. We don't just want to end the war, we also want to help Ukraine be safe forever, so never again will they face another invasion, and equally importantly, we want them to enter an age of true prosperity. We were discussing about the future of Ukraine. We discussed all the important matters that are important for Ukraine, for Ukrainian people, and US was super supportive. We already had a successful meeting in Geneva, and today we continue this success. കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്കൊഴിഞ്ഞ ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിവരെ 48,000-ഓളം തീർത്ഥാടകരാണ് എത്തിയത്. അതേസമയം ഈ സീസണിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഇന്നലെ മല കയറിയത് ആകെ 62,000 അയ്യപ്പന്മാരാണ്. ശബരിമലയിൽ തീർത്ഥാടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടെങ്കിലും സുഗമമായ ദർശനം സാധ്യമാകുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് 3000-ഓളം പേരാണ് 1 മണിക്കൂറിൽ 18-ാം പടി ചവിട്ടി ദർശനം സാധ്യമായത്. രാവിലെ ഇന്നലെ തന്നെ ഏറ്റവും കുറവ് ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ ഏറ്റവും കുറവ് സംഖ്യ ഉണ്ടായത് ഇന്നലെയാണ്. 62,000 പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. അതിൻ്റെ മുമ്പത്തെ ദിവസം, അതായത് മിനിഞ്ഞാന്ന് 76,151 പേരാണ് മിനിഞ്ഞാന്ന് ദർശനത്തിനെത്തിയത്. ഇന്നലെ അത് 62,009 ആയിരുന്നു. 1,700 പേരാണ് പുല്ലുമേട് വഴി എത്തിയത്. അപ്പോൾ ഏറ്റവും സുഗമമായ ദർശനം സാധ്യമായ ദിവസമാണ് ഇന്നലെ എന്ന് പറയാം. അത് ഇന്നലെ നമ്മൾ തീർത്ഥാടകരെല്ലാം തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നും വലിയ തിരക്കില്ല, സുഗമമായ രീതിയിൽ തിക്കും തിരക്കുമില്ലാതെ സുഗമമായ രീതിയിൽ എത്താവുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഉള്ളത്. തീർത്ഥാടകർ ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ശരണവഴികളിൽ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വരാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് വേണ്ട വെള്ളം, അതുപോലെ ലഘുഭക്ഷണം എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. മഴ ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടായിരുന്ന മഴ ഇന്നലെ മാറിയിരുന്നു. ഇന്നും നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ സാധിക്കുന്നു എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അതോടൊപ്പം ഇന്നലെ 2 മോഷ്ടാക്കളെ സന്നിധാനത്തിൻ്റെ പരിസരത്ത് നിന്ന് പിടികൂടി. തമിഴ്നാട്ടുകാരായ സേലം സ്വദേശികളായ ആളുകളാണ് എത്തിയത്. അവർ നടപ്പന്തലിന് മുകളിൽ വച്ച് ഒരു തീർത്ഥാടകൻ്റെ പേഴ്സ് മോഷ്ടിച്ചതിനെ തുടർന്നാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ പിടികൂടിയത്. മോഷ്ടാക്കൾക്ക് പമ്പയിലും പരിസരങ്ങളിലും അത്തരം മോഷ്ടാക്കളുടെ ശല്യമുണ്ടെന്ന് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഓരോ മോഷ്ടാക്കളുടെയും ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇവരെ സൂക്ഷിക്കുക എന്ന് വെച്ചുകൊണ്ടാണ് തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതേസമയം പോലീസിൻ്റെ പട്രോളിംഗ് വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടാകുന്നില്ല. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ മറ്റ് NDRF അടക്കമുള്ള ആളുകളും തയ്യാറാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനം സന്നിധാനത്ത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാനാകും. 5ാമത്തെ വർഷവും മല ചവിട്ടി ശാസ്താവിനെ തൊഴുത നിർവൃതിയിൽ തെലുങ്ക് നടൻ വരുൺ സന്തീഷ്. പുലർച്ചെ 3-ന് നട തുറന്ന സമയത്താണ് താരം ദർശനം നടത്തിയത്. ഹൈദരാബാദിൽ നിന്നും ഇരുമുടിയേന്തി വന്ന നടൻ നെയ്യഭിഷേകവും മറ്റ് വഴിപാടുകളും നടത്തിയ ശേഷം 4:30 മലയിറങ്ങി. 5 പേർക്കൊപ്പമാണ് അദ്ദേഹം സന്നിധാനത്തെത്തിയത്. എറണാകുളം ആലുവയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. കാലടി സ്വദേശി വളാഞ്ചേരി വീട്ടിൽ 69 വയസ്സുള്ള എസ്തപ്പാനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ പുളിഞ്ചുവട് മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ആംബുലൻസ് കുടിവെള്ള ടാങ്കറിലിടിച്ച് മറിയുകയായിരുന്നു. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി എസ്തപ്പാനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടം. സഹോദരൻ വർഗീസ്, ഭാര്യ റോസി, ആംബുലൻസ് സ്റ്റാഫ് അതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊല്ലത്ത് ബൈക്കിടിച്ച് 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങര സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരം. കാവനാട് മുക്കാട് രാത്രി 7:30 അപകടമുണ്ടായിരുന്നത്. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനടയാത്രക്കാരെ ഇടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി ആശുപത്രിയുടെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തു. വനിതാ ജീവനക്കാരിയായ ശീലാകുമാരിക്ക് സംഭവത്തിൽ പരിക്കേറ്റു. തിരുവനന്തപുരം ചിറയൻകീഴ് വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കത്തി നശിച്ചു. ഓട്ടോയും 2 ബൈക്കുകളുമാണ്
ഒരു സ്കൂട്ടിയുമാണ് കത്തിനശിച്ചത്. BJP പ്രവർത്തകന്റെ വീട്ടിലാണ് സംഭവം. തീ വെച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആനത്തലവട്ടം സ്വദേശിയും RSS പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ബാബുവിന്റെ വീടിന്റെ കാർ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തിനശിച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഇരുചക്ര വാഹനത്തിലെത്തിയവർ ബാബുവിന്റെ വീടും ഫോൺ നമ്പറും അന്വേഷിച്ചിരുന്നതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. ചിറയൻകീഴ് 17-ാം വാർഡ് പണ്ടകശാലയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടിൻഡുവിന്റെ വീടിന് നേരെ ദിവസങ്ങൾക്ക് മുൻപ് ആക്രമണം നടന്നിരുന്നു. ബാബുവിന്റെ സഹോദരി പുത്രിയാണ് ടിൻഡു. ടിൻഡുവിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് കൂടിയാണ് ബാബു. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 ചിറയൻകീഴ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിയായത് മുതൽ ദിലീപിന്റെ ആലുവയിലെ വീടായിരുന്നു ശ്രദ്ധാകേന്ദ്രം. എപ്പോൾ വേണമെങ്കിലും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ എവിടെയൊക്കെ എത്തുമെന്നായിരുന്നു ആദ്യത്തെ സൂചനകൾ. പിന്നീടത് അറസ്റ്റിലുള്ള സാധ്യതകളായി. ആലുവ പുഴയോട് അതിരിടുന്ന കൊട്ടാരക്കടവിനടുത്തുള്ള പത്മസരോവരം എന്ന വീട് എക്കാലത്തും വാർത്തയിൽ ഇടം നേടിയിരുന്നു. ആലുവയിലെ ദിലീപിന്റെ വീട്, ദിലീപിന്റെ പത്മസരോവരം എന്ന് പറയുന്ന വീടാണിത്. ഈ വീട് ആലുവ ഗസ്റ്റ് ഹൌസിന് തൊട്ടിപ്പുറത്ത് ആലുവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഭാഗത്തു നിന്ന് ഈ നേരത്തെ ഉള്ള ഒരു വഴിക്ക് പുറമെ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മറ്റൊരു നടപ്പാത കൂടിയുണ്ട്, നടപ്പാലം കൂടിയുണ്ട് പുതുതായി നിർമ്മിച്ച. അതിനോട് ചേർന്ന് ആലുവ പുഴയോട് ചേർന്ന് അതിന്റെ ഒരു അതിര പങ്കിടുന്നതാണ് പത്മസരോവരം എന്ന വീട്. ഇവിടേക്ക് വന്നത് മുതൽ ദിലീപിന്റെ ഒരു ഭാഗ്യം ഇവിടെ നിന്നാണ് എന്നതെല്ലാം തന്നെ പറയുന്ന കാലത്താണ് ഈ നടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ പേര് ഉയരുന്നതും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കേസ് വന്ന സമയത്ത് മുതൽ തന്നെ ദിലീപിന്റെ പേര് ഇതിലേക്ക് പരാമർശിക്കപ്പെടുന്നു. പിന്നീട് ചോദ്യം ചെയ്യലുണ്ടാവുന്നു. അങ്ങനെ ഈ ആലുവ പോലീസ് ക്ലബ്ബ് തൊട്ടപ്പുറത്താണ്, അവിടെ വെച്ചാണ് നിർണായകമായ ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. അതിനുശേഷം ദിലീപിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, വളരെ സജീവമായി. അപ്പോൾ അന്നും മാധ്യമങ്ങളടക്കം ഇവിടെയാണ് ഏറിയ പങ്കും സമയം ചെലവഴിച്ചത്. കാരണം ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകാം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരികയും പറച്ചിലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ദിലീപിനെ വിളിച്ചു വരുത്തിയാണ്, മറ്റൊരിടത്ത് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റടക്കം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് പിന്നീടും ഒരു മാധ്യമ ശ്രദ്ധയെത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുന്നത് ദിലീപിന് രണ്ടാമത് ഈ കേസിന്റെ ഒരു രണ്ടാം ഘട്ടം എന്നെല്ലാം തന്നെ പറയുന്ന ബാലചന്ദ്രകുമാറിന്റെ ഒരു ആരോപണം പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നു. കാരണം ദിലീപിന്റെ വീട്ടിൽ വെച്ച പത്മസരോവരത്തിൽ വെച്ച ഒരു ഗൂഢാലോചന നടന്നിരുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഗൂഢാലോചന എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അന്വേഷണ സംഘം ആ കേസിന്റെ നടപടിക്രമങ്ങളിൽ അന്ന് ക്രൈംബ്രാഞ്ചായിരുന്നു അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP സുദർശന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അന്ന് ഇത് ഓട്ടോമാറ്റിക് ഗേറ്റുള്ള വാതിൽ അത് തുറക്കാൻ കഴിയാതെ അത് ഇവിടേക്ക് വിളിച്ചപ്പോൾ അവർക്ക് കൃത്യമായൊരു ആശയവിനിമയം നടക്കാതെ വന്നപ്പോൾ അന്ന് ഉദ്യോഗസ്ഥർ ഈ ഗേറ്റ് ചാടിയാണ് അകത്ത് കടക്കുന്നത്. അതെല്ലാം അന്ന് ആ ദൃശ്യങ്ങളെല്ലാം വന്ന വലിയ വാർത്തയായിരുന്നു. ഉദ്യോഗസ്ഥർ ദിലീപിന്റെ മതില് ചാടിക്കടക്കും, വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നു എന്നതെല്ലാം തന്നെ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയും തുടർന്ന് ചില പരിശോധനകളും അവരുടെ ആ പരിശോധനകൾക്കെല്ലാം തന്നെ ശേഷം തിരിച്ചെത്തുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് പത്മസരോവരം വാർത്തകളിലേക്ക് നേടുന്നത്. മറ്റൊന്ന്, ഇതിനിടയിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ദിലീപ് ജയിലിൽ കഴിയുന്ന സമയത്ത് ഒരു തവണ മാത്രമാണ് ദിലീപിനെ ഒരു ദിവസത്തെ മണിക്കൂറുകളുടെ ഒരു പരോളോ എന്ന് പറയാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ജാമ്യം എന്ന് പറയാവുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അത് ദിലീപിന്റെ അത് വീട്ടിലുള്ളൊരു ചടങ്ങ് സംബന്ധിയായ കാര്യങ്ങളിലായിരുന്നു. അത് പിതാവിന്റെ ശ്രാദ്ധം നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടേക്ക് എത്തുന്നത്. മണിക്കൂറുകളുടെ ഒരു ജാമ്യം അനുവദിക്കുകയായിരുന്നു, ജയിലിൽ നിന്ന് അനുവദിക്കുകയായിരുന്നു. തുടർന്ന് ഈ ചടങ്ങ് നിർവഹിച്ച് മടങ്ങുകയും എല്ലാം ചെയ്തു. അന്നും വാർത്തകളിലേക്ക് ഒരുപാട് പത്മസരോവരം ഇടം നേടിയതാണ്. പിന്നീട് ഇതുവഴി പോകുന്നവരെല്ലാം തന്നെ ഈ വഴിയുടെ ഒരു പ്രധാന അടയാളം എന്ന് പറയുന്നത് തന്നെ ദിലീപിന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇടയ്ക്ക് ഇവിടെ നിന്ന് അവർ താമസം മാറ്റി, ഈ കുടുംബമടക്കം താമസം മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. മറ്റൊരിടത്തേക്ക് മാറുന്നു എന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ദിലീപും കുടുംബവും തന്നെയാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും
വലിയ രീതിയിലേക്ക് വാർത്തകളിൽ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വാർത്തകളിൽ ഇടം നേടിയ ആ ഒരു സ്ഥലം കൂടിയാണ് ദിലീപിന്റെ വീടും പരിസരവുമെല്ലാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിൽ ഒരേ പേരിലുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയതോടെ വോട്ടർമാർ ആശയക്കുഴപ്പത്തിലായി. പാലക്കാട് ഷൊർണൂർ നഗരസഭ 4-ാം വാർഡ് തൃപ്പുറ്റയിലാണ് അയൽവാസികളായ എം സ്മിത UDF സ്ഥാനാർത്ഥിയായും പി സ്മിത LDF സ്ഥാനാർത്ഥിയുമായും മത്സരിക്കുന്നത്. അതുപോലെ വാർഡ് 15-ൽ ചുടുവാലത്തൂരിൽ ബാല്യകാല സുഹൃത്തുക്കളായ 2 സുജാതമാർ തമ്മിലാണ് മത്സരം. പാലക്കാട് ഷൊർണൂർ നഗരസഭ തൃപ്പറ്റ വാർഡിലെ സ്ഥാനാർത്ഥികളായ 2 സ്മിതമാരും അയൽവാസികളാണ്. പല കാര്യങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിലും ഇരുവരും ഒരേ വാർഡിൽ വ്യത്യസ്ത പാർട്ടികളിൽ മത്സരത്തിനിറങ്ങുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. LDF സ്ഥാനാർത്ഥിയായ പി സ്മിതയാണ് ആദ്യം വാർഡിൽ പ്രചാരണം ആരംഭിച്ചത്. പിന്നീടാണ് എം സ്മിതയെ വാർഡിൽ UDF സ്ഥാനാർത്ഥിയാക്കിയത്. പേരുകൾ പറഞ്ഞ് വോട്ട് തേടുന്നതിന് പകരം ഇരുവരും ഇപ്പോൾ ചിഹ്നം പറഞ്ഞാണ് വോട്ട് തേടുന്നത്. ആദ്യം ആരാണ് സ്ഥാനാർത്ഥി വാർഡ് നിശ്ചയിച്ചത്? വന്നത്. പിന്നെ ഞാൻ വന്നു. യാദൃശികമായിട്ട് വന്നു. പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ വാർഡുകളിലൊക്കെ നമ്മൾ വീട്ടില് പോകുമ്പോ സമയത്ത് ഈ ചിഹ്നം പറഞ്ഞ് വോട്ട് വയ്ക്കാറുണ്ടോ? ഞാൻ പറയും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യണം എന്ന് പറയും. എം സ്മിതേനെ കൈപ്പത്തിയാണ് എന്ന് പറയും. നഗരസഭയിലെ 15-ാം വാർഡ് ചുടുവാലത്തൂരിൽ മത്സരിക്കുന്നതും ഒരേ പേരിലുള്ള 2 സഹപാഠികളാണ്. LDF സ്ഥാനാർത്ഥിയായി TP സുജാതയും UDF സ്ഥാനാർത്ഥിയായി M സുജാതയുമാണ് പരസ്പരം മത്സരിക്കുന്നത്. ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിലാണ് 5-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചത്. LDF സ്ഥാനാർത്ഥി TP സുജാത ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ 2 എതിർ സ്ഥാനാർത്ഥികള് രണ്ടാളും ക്ലാസ്മേറ്റുകളാണ്, ഗവൺമെന്റിൽ പഠിച്ചവര്. രണ്ടുപേരുടെ പേരുകൾ എത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ട് ഒരേ സ്ഥലത്ത് പോയി വോട്ട് ചോദിക്കുമ്പോ? വോട്ട് ചോദിക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടാളും സുജാത ചെയ്യാ കാരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ M ആണ്, അവള് TP ആണ്. ചിഹ്നം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്? കൈപ്പത്തി ചിഹ്നമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്റെ ചിഹ്നം അതാണ് എന്നുള്ളത്. ഷൊർണൂർ വില്ലേജ് ഓഫീസിൽ അപേക്ഷകൾ എഴുതി നൽകുന്ന ജോലിയാണ് UDF സ്ഥാനാർത്ഥിയായ M സുജാതയുടേത്. ഒരേ നാട്ടുകാരായതിനാൽ പരസ്പരം കാണാറുണ്ടെങ്കിലും എതിരായി മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇരുവരും പറഞ്ഞു. ചുടുവാലത്തൂരിൽ കൈപ്പത്തിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും ഉയർത്തിക്കാണിച്ചാണ് ഇവരുടെ വോട്ട് തേടൽ. ന്യൂസ് 18 പാലക്കാട്. പുനലൂർ നഗരസഭയിൽ പലയിടത്തും മത്സരാർത്ഥികളെ കണ്ടെത്താനാവാതെ BJP. 36 വാർഡുകളിൽ 13ഇടങ്ങളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയ വാർഡുകളിലും ഇക്കുറി മത്സരിക്കാനാളില്ല. സമീപ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴാണ് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച പുനലൂരിലെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. നിലവിൽ 23 വാർഡുകളിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. കാഞ്ഞിരമല, ചാലക്കോട്, പേപ്പർ മിൽ, നെടുങ്കയം, മുസാവരി, നെല്ലിപ്പള്ളി, വിളക്കുവെട്ടം, കല്ലാർ, തുമ്പോട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കക്കോട്, മണിയാർ, ചെമ്മന്തൂർ എന്നീ വാർഡുകളിലാണ് BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ വളർന്നു വരുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10-ൽ താഴെയുള്ള സംഖ്യയിൽ BJP ജയിച്ചു വരും. ആ ജയിച്ചു വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലകളിൽ എടുത്തു നോക്കിയാൽ പുനലൂർ നിവാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഇടതും വലതും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇവിടെ എവിടെയാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? ഇത് ഇപ്പൊ തന്നെ കേരളം വിട്ടാൽ ഇവർ തമ്മിലുള്ള സഖ്യമല്ലേ ഉള്ളത്. ഇവിടെ BJPയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതും വലതും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളാണ്. 2 വർഷം മുമ്പ് BJP പ്രവർത്തകൻ CPM-മായി ഉണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്കോട് വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിനാണ് ജീവൻ നഷ്ടമായത്. ആ വാർഡിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. BJP എല്ലാ സീറ്റിലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്ന BJP പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർജീവമായ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാനാണ് BJPയുടെ ആശ്രമം. മാത്രമല്ല കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും
BJP നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുകയും ഇതിനകം ചെയ്തിട്ടുണ്ട്. കുതിരച്ചിറ എന്ന പുതിയ വാർഡ് കൂടി രൂപപ്പെട്ടതോടെ നിലവിൽ 36 വാർഡുകളാണ് പുനലൂർ നഗരസഭയിലുള്ളത്. അതേസമയം UDFന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 35 സീറ്റുകളിൽ 21 സീറ്റുകളിൽ LDFും 14 സീറ്റുകളിൽ UDFുമാണ് വിജയിച്ചത്. ന്യൂസ് 18 പുനലൂർ. മുത്തൂറ്റ് മിനി ഫിനാൻസേഴ്സ് ലിമിറ്റഡ് നടപ്പു സാമ്പത്തിക വർഷം സെപ്റ്റംബർ 30 അവസാനിച്ച ആദ്യ പകുതിയിലെ ഓഡിറ്റ് ചെയ്യാത്ത സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവിട്ടു. ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ കമ്പനിയുടെ ആസ്തി 4771.47 കോടി രൂപയിലെത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം സെപ്റ്റംബറിലെ 3658.86 കോടി രൂപയായിരുന്നു ആസ്തി. വാർഷികാടിസ്ഥാനത്തിൽ 30.46% വളർച്ചയാണ് കാണിക്കുന്നത്. മൊത്തം ആസ്തിയുടെ കാര്യത്തിൽ മുത്തൂറ്റ് മിനി 5000 കോടി രൂപ പിന്നിട്ടു. സ്വർണ്ണ വായ്പയുടെ ആവശ്യകതയിലുള്ള തുടർച്ചയായ വളർച്ചയാണ് ഇത് കാണിക്കുന്നതെന്ന് MD മാത്യു മുത്തൂറ്റ് പറഞ്ഞു. ദേശീയ തലത്തിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ICL ഫിൻകോർപ്പ് ഡൽഹിയിൽ പുതിയ സോണൽ ഓഫീസും 5 ശാഖകളും ആരംഭിച്ചു. ദേശീയ തലത്തിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. LACTC ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡറും ക്യൂബ ട്രേഡ് കമ്മീഷണറും ICL ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ ശാഖകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഉമ്മ അനിൽകുമാർ ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ അജിത്, സ്വതന്ത്ര ഡയറക്ടർ CS ഷിൻഡോഷ് സ്റ്റാൻലി എന്നിവരും പങ്കെടുത്തു. കോണാട്ട പ്ലേസിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ച പുതിയ സോണൽ ഓഫീസ് ഈ മേഖലയിലെ പ്രധാന ഓപ്പറേഷൻസ് ഹബ്ബാകും. 30-ലധികം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ICL ഫിൻകോർപ്പ് വിശ്വസ്തത, സുതാര്യത, ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം എന്നിവയുടെ പ്രതീകമാണെന്ന് KG അനിൽകുമാർ പറഞ്ഞു. സ്വർണ്ണവില കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 22 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 11,960, പവന് 95,680, 18 ക്യാരറ്റ് ഗ്രാമിന് 9,895, പവന് 79,160, വെള്ളി ഗ്രാമിന് 186, കിലോയ്ക്ക് 1,86,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ്.